എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ മതിലാണ്. മതിലിൽ ഞാൻ കംപ്ലീറ്റ് ഒരു സ്ഥലം പോലും ഇല്ലാണ്ട് ചെടിച്ചട്ടി നിറയെ വെച്ചേക്കണം കേട്ടോ. ഞങ്ങളുടെ ഈ ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീട്ടിലായിരിക്കും കേട്ടോ ഈ ഫുൾ മതിലിൻ്റെ മുകളിൽ ചെടിച്ചട്ടി വെച്ചേക്കണത്. കൊറോണയുടെ സമയത്ത് കുറേ ചെടിച്ചട്ടി വാങ്ങിയാലും എല്ലാത്തിലും ഇപ്പോഴും ഞാൻ ഓരോ ചെടി നട്ടു വെക്കേണ്ടത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു ഉച്ചയായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നോക്കിയപ്പോൾ ഒരു ചെടിച്ചട്ടി പൂച്ച മറിച്ചിട്ടേക്കണം. അവിടെ വെക്കണില്ല, ചെടിച്ചട്ടിയും പൂച്ച മറിച്ചിടാറുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് മറിച്ചിടാത്താണ് ഞാൻ 2 മണി പ്ലാന്റ് അവിടെ വെച്ചതാണ്. ഇനി അതുകൊണ്ടേ കളയണം. ഒന്നാമത് എനിക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടാനായിട്ട് വേസ്റ്റൊന്നും ഇടാൻ സ്ഥലമില്ല. അപ്പോൾ അതും നോക്കി ഇത് 2 പേര് അവിടെ നിൽക്കണം. ഒരാൾ കലത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, 3 പേരാണുള്ളത്. അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞ് എനിക്കൊന്ന് ചാളക്കറി ഉണ്ടാക്കണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ വെക്കുന്ന സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരച്ച് മുളകരച്ച് വെക്കൂലേ, മുളകരച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് ഇട്ട് അരച്ചതിന് ശേഷം പച്ചമുളകൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാന്താരം മുളക് ഞാൻ അതിലേക്ക് ഇട്ട് അതിൽ ബാക്കി പുളിയും എല്ലാം ഇട്ടിട്ട് അതിലേക്ക് ചാളയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കും. പക്ഷേ ഇവിടെ വേറെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാക്കണത് ആദ്യം തന്നെ എണ്ണ താളിച്ചിട്ട് അതിലേക്ക് ഇതൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളിയൊക്കെ താളിച്ചിട്ട് എന്നിട്ടാണ് ചാളക്കറി വെക്കുന്നത്. ഞാൻ ഇതേ രീതിയിലാണ് ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വെക്കണത്. എനിക്ക് പക്ഷേ ഇതേ രീതിയിൽ വെക്കാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഇത് രാവിലത്തെ പയറൊക്കെ ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ വൻപയർ തീർന്ന കാരണം 2 പയറും കൂടി മിക്സ്ഡാണ്. അപ്പോൾ ഞാൻ എല്ലാം കഴിയാറായിട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഇട്ട് ഇന്ന് വേവിച്ച് വെച്ചിട്ട് ഇപ്പോൾ കൂടുതലായിരുന്നു വേവിച്ചത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം രാവിലെ കറി വെച്ചിട്ട് ബാക്കിയും കൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി തന്നെ എടുക്കുകയുള്ളൂ. അപ്പത്തിന് അല്ലെങ്കിൽ ചോറിന് എടുക്കും. പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഉലർത്തിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് എടുത്ത് വെക്കാനാണ്. പിന്നെ ഇതെനിക്ക് കുറച്ച് പാൽപ്പൊടി ആ കുപ്പിയിൽ തീരാറായി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ കവറിൽ വെച്ചുകൊണ്ട് എടുത്ത് ഇടണേന്. ഞാൻ കഴിഞ്ഞ മാസം ഇവരുടെ വാങ്ങിച്ചിട്ടൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പം അമൂലിൻ്റെ ഉണ്ട് കൂടുതൽ ഇഷ്ടം. അതാകുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നിറച്ച് വെച്ച് അപ്പോൾ നിങ്ങളുടെ ചാളക്കറി എന്തായി നോക്കിയതാണ്. അപ്പോൾ ഞാൻ വറ്റി വന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ലോണം കുറുകാനുണ്ട്. ശരിക്കും നല്ലോണം നന്നായിട്ട് കുറുകി നല്ല അരപ്പ് ഭാഗത്തിന് എടുക്കണം കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മൂടി വെച്ചു. അതിന് ശേഷം എനിക്ക് കുറച്ച് ചീര ഉലത്താന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ തക്കാളി ഞാൻ രാവിലെ ഉലത്തിയതാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നാലും ഇത് പറിച്ച് രാത്രി നന്നാക്കി വെച്ചാൽ നാളെ സ്കൂളിലത്തേക്ക് പിള്ളേർക്ക് കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതിപ്പോൾ അത് മുറിക്കാനായിട്ട് പോയതാണ്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് നമുക്ക് പോയി മുറിക്കാം. വെയിലാണെന്ന് വിചാരിച്ച് ആ സമയത്ത് മുറിക്കാതിരിക്കേണ്ട. കാരണം വെയിലില്ല. ഇപ്പം ഒരു പ്രത്യേക കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ വൈകിട്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കാൻ പോകുന്ന സമയത്താണ് സാധാരണ ഇത് കട്ട് ചെയ്ത് വെക്കല്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ശരിക്കും 10-11 മണിക്കൊക്കെ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ടാകുന്ന സമയത്ത് മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇപ്പോൾ വെയിൽ ഒട്ടുമില്ലല്ലോ, ഇങ്ങനെ മൂടി കിടക്കണമെന്നാൽ മഴയും പെയ്യണില്ല. നമുക്ക് മഴ പെയ്യുമെന്നുള്ള പേടിയാണ്. അപ്പോൾ ഞാൻ ഒരാളോട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ തുണിയും ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പറിക്കുന്നതിൻ്റെ കൂടി തുണിയും എടുത്തുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ചിങ്ങ പയറൊക്കെ അതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരുത്തരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് മുളപ്പിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ നടണതുകൊണ്ട് ഓരോരുത്തർ ചോദിക്കേണ്ട എന്തെങ്കിലും വിത്തൊക്കെ ഉണ്ടെങ്കിൽ തരുവാന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ മറന്നുപോയി. അവർക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എല്ലാം പാകിയും ഞാൻ പറഞ്ഞു അത് വലുതായിട്ട് തരാട്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എല്ലാം മുളപ്പിച്ചതിന് ശേഷം ഇനി ഏതായാലും തൈയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. എനിക്കത് മുഴുവനും വേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് വാങ്ങിച്ചാലാണ് അത് മുഴുവനും കൂടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചീര അത്യാവശ്യത്തിന് എല്ലാത്തിലും വളർന്ന് നിൽക്കണാലും അത് പറിച്ചെടുത്ത് തന്നാലാണ് പെട്ടെന്ന് പിന്നെ ഇനി ഉണ്ടാവുള്ളൂ. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അതിൽ പെട്ടെന്ന് ഉണ്ടാവില്ല. ഞാൻ കുറേ ഇതിൽ ഈ ചീര വെച്ചിട്ടുണ്ട്. പൊന്നാങ്കണ്ണി ചീര ഞാൻ കൊറോണത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇഷ്ടംപോലെ ഉണ്ടാവും. ചെടിച്ചട്ടിയിൽ വെച്ചാലും മതി, നമുക്ക് അതിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇലക്കറി വേണോ എന്ന് വിചാരിച്ച് നമുക്ക് അല്ലെങ്കിൽ ചാറുകറി ആക്കാനും പറ്റുമല്ലോ. ഇപ്പം ചീര നമുക്ക് താളിപ്പോലെ ഉണ്ടാക്കാം. തേങ്ങ അരച്ച് താളിപ്പോലെ നമ്മൾ ചീരക്കറി ഉണ്ടാക്കും. അപ്പോൾ പിള്ളേർക്കും അത് ഇഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഏത് ഇതാണെങ്കിലും നല്ല ടേസ്റ്റുമാണ്. ഇത് ഉലത്തിക്കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ് ചിക്കിക്കഴിഞ്ഞാൽ. അതേപോലെ താളിപ്പ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇത് കണ്ടോ ചട്ടിയിലൊക്കെ നന്നായിട്ടുണ്ടാവും അത്. പിന്നെ അധികം മൂത്ത് കഴിഞ്ഞാൽ കൊള്ളൂല, അപ്പോൾ നമ്മൾ ഇത് തന്നെ പറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും പറിച്ചിട്ട് തന്നെ കുറച്ച് ഇത് നമ്മുടെ മണിത്തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഞാൻ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നമ്മുടെ ചീര ഇത്രയായിട്ട് 2-3 ദിവസമായുള്ളൂ ഒരു തയ്യലേക്ക് നട്ടിട്ട്, അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇത് മണിത്തക്കാളിയുടെ ഇലയും കൂടി പറിക്കണതാണ്. അതിൻ്റെ ചെറിയ ചെറിയ ഇലകളും കൂടി പറിച്ച് അതും കൂടി ചീരയുടെ കൂടെ ചിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഏറ്റവും നല്ല മരുന്നാണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഇതൊരു കാട്ടിലുണ്ടാകുന്ന ചെടിയായിരുന്നു, ഇപ്പോൾ ശരിക്കും ഒരു മരുന്നായിട്ട് ഇപ്പോൾ ഉപയോഗിക്കണം. വയറിൻ്റെ അസുഖങ്ങൾക്കും വായ്പുണ്ണിനൊക്കെ നല്ലതാണ് ഈ മണിത്തക്കാളി, പല രോഗങ്ങൾക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടാൽ പിള്ളേർ കഴിച്ചോളും. ഒറ്റയ്ക്ക് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കില്ല, നമ്മൾ പിള്ളേരെ പറ്റിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അവരുടെ അകത്തെത്തണ്ടേ. അപ്പോൾ ഇതേപോലെ ട്രിക്ക് ഉപയോഗിച്ചാലാണ് അവരുടെ അകത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അതും കൂടി പറിച്ചൊന്ന് ചിക്കിയിട്ട് നാളെ സ്കൂളിൽ കൊടുത്തുള്ള പ്ലാനിലാണ്. അപ്പോൾ രാത്രി ഇതൊക്കെ നന്നാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവരെന്തിനു വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവർക്ക് അപ്പം പനിക്കൂർക്കയുടെ ഇല കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൊടുത്ത് പനിക്കൂർക്കയുടെ ഇലയും കൊടുത്ത് അങ്ങനെ അവരും ഹാപ്പിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. താങ്ക് യു.